മനസ്സിനിഷ്ടപ്പെട്ട ഭക്ഷണമാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത്. ഇപ്രകാരം വ്യത്യസ്തമായ ആരോഗ്യശൈലിയും ആഹാരശൈലിയും നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ. ആരോഗ്യകരമായ ശരീരമാണ് ആരോഗ്യമുള്ള മനസ്സിനെ സൃഷ്ടിക്കുന്നതെന്ന തിരിച്ചറിവാണ് ഇവരെ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. നവീന ജീവിത രീതി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ട എല്ലാ മുൻകരുതലോടെയുമാണ് ഇവർ ഭക്ഷണം വിളമ്പുന്നത്. ഒരു ആൻട്രപ്രണർ എന്നതിലുപരി എനിക്ക് ഐ ഹാവ് സം കമ്മിറ്റ്മെൻറ്റ് ടു ദ സൊസൈറ്റി. ബീയിങ് എ ഡോക്ടർ, ഐ ലവ് കുക്കിംഗ്. അതോടൊപ്പം തന്നെ അതൊരു ഹെൽത്ത് കുക്കറി ആയാൽ എന്ത് എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ഈ ഒരു ആശയമുണ്ടായത്. ഇറ്റ്സ് എ യുണീക്ക് കൺസെപ്റ്റ്. ഹിയർ ദർ ആർ 2 different types of menus. One is healthy, the other is regular. നമ്മളുടെ ഇപ്പോഴുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെയും നമുക്ക് മാറ്റാൻ എന്താണ് വേണ്ടത് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. The recipes are always lower calorific value with high nourishment. പഠനം കഴിഞ്ഞെത്തിയ മകളുടെയും സുഹൃത്തായ ഉല്ലാസിന്റെയും തലയിലുദിച്ച ആശയമാണ് വിഷ്ബോൺ എന്ന സംരംഭം തുടങ്ങാൻ പ്രേരകമായത്. പക്ഷേ ഇതുപോലൊരു സംരംഭം തുടങ്ങാനുള്ള കാരണം ചോദിച്ചാൽ ആര്യ ഇങ്ങനെ പറയും. ഏത് ഫീൽഡിലോട്ട് പോകണമെന്ന് ആലോചിച്ചപ്പം കുക്കിംഗ് പൊതുവെ എനിക്കിഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് ഹെൽത്ത് കുക്കറിയും ഹെൽത്തി ലൈഫ് സ്റ്റൈലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അമ്മയും വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഷീസ് എ ഡയറ്റീഷ്യൻ ടു. സോ ഐ തോട്ട് വൈ നോട്ട് ദിസ് ഹെൽത്തി ഫുഡ് ജോയിൻറ്റ് എന്ന് തിങ്ക് ചെയ്തു. പക്ഷേ ജസ്റ്റ് ഹെൽത്ത് ഫുഡ് ആണെങ്കിൽ ഇറ്റ് വോണ്ട് റൺ. സോ ഐ തോട്ട് ഐ ഷുഡ് ഇൻകോർപ്പറേറ്റ് ദ നോർമൽ ഫുഡ് ടു. ഇവിടെ സ്ഥിരമായി ഭക്ഷണം കഴിക്കാനെത്തുന്ന ചലച്ചിത്ര സംവിധായകനും നടനുമായ മധുപാലിനും ചിലതൊക്കെ പറയാനുണ്ട്. സ്ത്രീ ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുമ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒരു സൂക്ഷിപ്പുണ്ടാവുക. മനുഷ്യനെ നിലനിർത്താൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആരോഗ്യത്തെ കൺസേൺ ആകുന്ന ഒരാളുടെ ഒരു ശ്രമം. വിഷ്ബോണിലേക്ക് എത്തുന്ന എല്ലാവർക്കും രുചിയുടെയും ആരോഗ്യത്തിന്റെയും വേറിട്ട അനുഭവം നൽകാനും ഇവർ ശ്രമിക്കുന്നു. പതിഞ്ഞ സ്വരത്തിലുള്ള ഗാനങ്ങളും മികച്ച ഇന്റീരിയറും ഭക്ഷണ ലോകത്തിൽ ഇവരെ കൂടുതൽ വ്യത്യസ്തരാക്കുന്നു. ക്യാമറമാൻ ബിജു വി എസിനൊപ്പം ദീപക് പോൾ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.